യെസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വണ്ടി വെക്കാനുള്ള ഷെഡ്, അതായത് എൻ്റെ ഗ്യാരേജ് പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റല്ല, നമ്മൾ ഓടിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓടെടുക്കാനായിട്ട് വന്നതാണ്. ഓടെടുക്കാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ, എൻ്റെ അപ്പയുടെ വീട്ടിലാണ്. ഇവിടിപ്പം മാമ മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ വീട്ടിലേക്ക് വാടക വീട്ടിലാണ്. അപ്പോൾ ഇവിടെയും വീട് പണിയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഓടാണ് ഞങ്ങളടുത്ത് മറിക്കുന്നത്. ഇത്രയാണ് ഓടുള്ളത്. ഇത് മതിയാവുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കിതിനെപ്പറ്റി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ സാധനം എടുക്കാനാണ് വന്നേക്കുന്നത്. ഡാഡി കൂടെ പോകേണ്ട വേ ആണ്. ഞാൻ ഇത്തിരി നേരത്തെ വന്നു. നമ്മുടെ വണ്ടി എടുപ്പൊക്കെ എങ്ങനെയാണല്ലോ, കഴിഞ്ഞത് പോകുന്നതെന്ന് വെച്ചില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എത്തി. അവർ പോകേണ്ട വേ പകുതിയോളം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് വന്നിട്ട് വേണം നമുക്ക് വണ്ടിയിലേക്ക് കയറ്റാം. ഗൈസ്, അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഡാഡി കൂളും ഉണ്ട്, അയലത്തെ ചേട്ടനുണ്ട്, വണ്ടിയും വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിത് പറക്കി കയറ്റണം. ഗൈസ്, ഇനി പണിയെടുത്തു ഒന്നും എടുത്തില്ലെന്ന് പറയില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ കൂടെല്ലാം പറക്കി വണ്ടി കയറ്റിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക്. അതാണ് മാമനാട്ടോ. ഇനി എൻ്റെ തികയൊന്നും എനിക്കറിയത്തൊന്നുമില്ല. പറക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും. നമ്മൾ നേരെ വീട്ടിൽ പോകും. നമ്മളിനി വീട്ടിൽ പോണ് സാധനം കൊണ്ട്. അങ്ങനെ വണ്ടി പോയി. അതിൻ്റെ പുറകിൽ ഇനി നമ്മളും പോകും. നമ്മൾ നേരെ നമ്മുടെ DOയ്ക്കകത്താണ് നമ്മുടെ പൈസ അങ്ങനെ കൊടുക്കാനുള്ള അവകാശം എടുത്ത്. ഇത് മതിയാവുമെന്ന് അറിയത്തില്ല, എല്ലാം എടുത്തു. ഒരു നാരങ്ങ കുടിക്കാമെന്ന് വിചാരിച്ചു. വെള്ളം കുടിക്കാനായിട്ട് വന്നേ. ഒരു നാരങ്ങ വെള്ളം പ്ലസ് ഒരു മുട്ട പപ്സ്. തലമുടിയൊക്കെ വല്ലാണ്ടിരിക്കുന്നു. പിന്നെയും ഞാൻ തന്നെ ആദ്യം വന്നു. ഇനിയിപ്പോൾ ഒരു വർണ്ണം നമുക്ക് ഓടെടുക്കണം. ഓടെടുത്തിട്ട് നേരെ ഇനി സെറ്റ് ചെയ്യണം. വന്നു, നമ്മളെല്ലാം പറക്കിയിട്ടു. ഇനി നേരെ ഇതിനകത്ത് പറക്കിയിടൽ. ഇതാണ് ഇനി അടുത്ത ചടങ്ങായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പണി ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ട്, അതിനെ തരണം ചെയ്ത് നമ്മുടെ ഗ്യാരേജിൻ്റെ പണി അവർ തകൃതി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഓട് ഏകദേശം തീർന്നു. അപ്പോൾ വീട്ടിൽ ഇത്തിരി ഓടുണ്ടായിരുന്നു, അത് നമ്മളെടുത്തു. ഇനി നേരെ അവിടെ കൊണ്ടുവെക്കണം. അപ്പം പണി ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇനി സൈഡ് കൂടെ ഉള്ളൂ. ഇനി സൈഡ് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞില്ല. ചിലപ്പം കെട്ടാനായിരിക്കും, പകുതി വെച്ചിട്ട് കെട്ടാനായിരിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോ ഞാൻ ഏതെങ്കിലും വീഡിയോക്കകത്ത് ഇങ്ങനെ തന്നെ കെട്ടി വെക്കാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോ കാണാം.